ഓക്കെ വന്നാടാ വന്നാടാ ഇട്ടല്ലേ ബ്രിച്ച് ഇട്ടല്ലേ എടാ ബോബോയ് ഇവന്മാര് ഇവിടെ വരുവാണെങ്കിൽ അടിച്ചാൽ മതി. ഒരുത്ത കയറി ഇരിപ്പുണ്ടല്ലോ. ഇല്ലല്ലേ കയറിയില്ലല്ലോ. ഇല്ല പുഷ് ചെയ്തിട്ടില്ല. വന്ന് ഒരുത്ത പുഷ് ചെയ്യണം. പുഷ് വാ ഓടല്ലേ അടുത്ത പുഷ് പിടി അടുത്ത പുഷ് വാ ബാക്ക് ഇറങ്ങണ്ട വേ ഇങ്ങോട്ട് വന്ന് പുഷ് ചെയ്ത് അവന്മാരെ അടിക്കാം. ബോബ ഇങ്ങോട്ടോ എടാ ഓടല്ലേ. എന്റെ ബാക്കിൽ നിന്ന് അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. വണ്ടോണേ ഓക്കെ ഞാൻ അവനെ എടുത്തിട്ടുണ്ട്. രണ്ടേട്ടാ ഒരു ഇട്ടാടാ ഒരു ഇട്ടടാ ഹീലെടുത്തോടാ മറണ്ടാ. ഞാൻ അടിക്കാം. റെഡി 1 2 3 വാ പോയി അവൻ ബാക്ക് ഇറങ്ങി. തീർന്നടാ വാടാ. തീർന്നു വാ അത്ര ഉള്ളു ബോബോ, എത്ര ഉള്ളു. വാ ലെറ്റ്സ് ഗോ. നമ്മുടെ വിനുവനെ എടുക്കണം. നമ്മളെ ആൾക്കാരെല്ലാം എടുത്തിട്ട് പോകാം. എടുക്കണം. വില്ലുമാനെ തോക്കടാ തോക്ക്. വില്ലു തീനെണ്ണ തങ്ക് ആടാ പോയിട്ടാ കഴിഞ്ഞടാ ആടാ പോയിട്ടാ വണ്ടി ആള് വേണോടാ. നമ്മള് രണ്ടുപേരും പോയിട്ട് കാര്യമില്ലടാ ബോബോയ്. നീ പോയിട്ടാ. ഞാൻ എന്തായാലും വണ്ടി വിളിക്കാൻ നിന്നെ ഞാൻ പേഴ്സണലി വിളിക്കാം. നമ്മളെ ഭാഗത്തുനിന്ന് വില്ലു ഡൗൺ ആയി. ചന്ദ്രൻ ഡൗൺ ആയടാ. ചന്ദ്രൻ ഡൗൺ ആയില്ല, അവ ഇറങ്ങിന്ന് തോന്നണല്ലേ. സ്നൈപ്പും വില്ലും
ഡൗൺ ആയി. ആണോ നേരത്തെ പറഞ്ഞില്ലേ EMS വരേണ്ടതാണല്ലേ? ഇനി ഇവര് പോയിരുന്ന കരയോടെ ലിറ്ററലി. അങ്ങനെ കണ്ണിന്റെ പവറെല്ലാം കൂട്ടി എന്റെ പണം മാറും. അയ്യോ DH അടിച്ചിട്ട് നമുക്ക് അവരെ അടിച്ചിടാൻ പറ്റുന്നില്ല. നമ്മള് ഗൺ പവർ കൂട്ടിത്തരോ? അങ്ങനെ ഇവിടെ കൂട്ടത്തില്ല. അത് വേറെ സെർവറിലൊക്കെ കൂട്ടി കൊടുത്തവരെ. മേടമല്ലേ ഇത് കിടക്കുന്നേ? ഇവന് എനിക്ക് YT ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്യാൻ ടിപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ. ലൈക്ക് നമ്മളൊരു ഒരു എന്റർടൈൻമെന്റ് ആവുന്നതാണ് ഫസ്റ്റ് കാര്യം. നമ്മള് ആദ്യം ഹലോ പറഞ്ഞോ. നിങ്ങള് പുറത്തേക്ക് വന്ന് അടിച്ചായിരുന്നോ? ഇല്ല, അടിച്ചിട്ടില്ല. എടാ പുറത്തേക്ക് ആരെങ്കിലും ഓടി വന്ന് അടിച്ചാടാ? പുറത്തേക്ക് ഓടി വന്ന് അടിച്ചാരെങ്കിലും? പിന്നെ അല്ല, എന്റെ അടുത്ത് അഡ്മിൻ വന്ന് ചോദിച്ചു പുറത്തിറങ്ങി കളിച്ചോ നമ്മള്. ഇവ ഇവിടെയല്ലേ ചത്തിറങ്ങണ? അല്ല, എന്റെ അടുത്ത് ചോദിച്ചു പുറത്തിറങ്ങി. അപ്പൊ ഈ ബോഡീസ് ഒക്കെ എങ്ങനെ ഇവിടെ വന്ന് ഇവിടെ കിടക്കുന്ന? എവിടെന്ന്? POV ഉണ്ടല്ലോ. പിന്നെ ഞാൻ ലൈവാ. ഞാൻ സ്നൈപ്പ് ലൈവാ. സെറ്റ്. ഹലോ അഡ്മിൻ ഉണ്ടോ? പുറത്തിറങ്ങി അടിച്ചുകൂടാ കേട്ടോ, മറക്കല്ലേ. DHന്റെ പുറത്തിറങ്ങി കൂടാ. ആടാ ഞാൻ പറയാം. നാളെ ഇനി ആര് വന്നാലും വന്നില്ലേ നിനക്ക് ഞാൻ വണ്ടി എടുത്തു തരും. പോരെ? പറഞ്ഞോ. ഒരാള് മാത്രം ഇറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് അറിയില്ല. അത് ഓക്സി ആണോ വേറെ ആണോ നോക്കാം. എടാ ഓക്സി പുറത്തിറങ്ങി അടിച്ചെന്ന് അഡ്മിൻ പറയണേ. ഒറ്റാളുള്ളൂ, വേറെ മറ്റുള്ളല്ല. ഒരാള് മാത്രം ആ ഡോറിനെ ക്രോസ് ചെയ്തിട്ട് താർട്ടോ അതെല്ലാം അടിച്ചു പോയത്. ഡോറിന്റെ അവിടെ ക്രോസ് ചെയ്തത് സാവേജ് എന്നാ പറഞ്ഞ. അവൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയതെന്നേ പറഞ്ഞോളൂ. എന്നിട്ട് ഇവര് രണ്ടുപേരും ആ എൻട്രൻസിന്റെ അവിടെ നിന്ന് കൊന്നിട്ടുള്ളതെന്നാ പറഞ്ഞ. അതായത് ആ ഷട്ടറിന്റെ എൻട്രൻസില് POV ഉണ്ട്. അവര് ഇതാണ്. ഞാനത് ചോദിക്കാൻ. ഹലോ. ഹലോ. അല്ല ഒന്നും പറ്റില്ല. സാറേ എന്ത് പറ്റി? അവിടെ കുറെ ഓഫീസർ ചത്തിറക്കണം. അറിയില്ല. ഫുഡ് കഴിക്കാതെ തല ഇറങ്ങിയതാ. ഇത്രയും പേരോ? അല്ല എന്റെ മടി ഞാൻ എടുത്തോണ്ട് വരുന്ന ആള്. ഇത് എനിക്കൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. ഡോക്ടർ അവിടെ ഉണ്ട്, കാണിച്ചു. എവിടെയാണ് ഡോക്ടർ? പുള്ളി അകത്ത് കയറി പോയി തോന്നുന്നു. ആണല്ലേ? എടാ എന്റെ കൂട്ടത്തിൽ എടുത്തോണ്ടാ. എടാ ഇവനെ പൊക്ക പറ, വെളി വരാൻ പറ. EMSന്റെ സാവേജ് അതാ. എണിച്ച് വാ. DHന്റെ പുറത്ത് എണിച്ച് വാ. കേറ്. എണി. ഇതിന്റെ മണ്ടേ കൂടി വന്നതാണ് സാവേജ്. സാറേ ഈ ഒരു ബോഡിയും കൂടെ പൊക്കിയാ നമുക്കങ്ങ് പോയായിരുന്നു സാറേ. എന്നിട്ട് ബാക്കി ഓഫീസർ സാവേജ് ഇത് ഏത് ടോപ്പടാ? ഈ
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മൾ ലീവ് ചെയ്യണേ. എടാ വാ ലീവ് ചെയ്യാം. എടാ വാ ബോഡി ബ്ലോക്ക് ചെയ്ത് ആരാ കൊന്നണ്ണാ? കുഴപ്പമില്ല വാ. ബോഡി ബ്ലോക്ക് നീ അവിടെ ബോഡി ബ്ലോക്ക് ആരും ചെയ്തിട്ടില്ല നിന്നെ. നീ ആ ഇല്ല നീ ആ അവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, അത് തട്ടിയാണ് നീ നിന്നത്. അവിടെ മെഷീൻ ഉണ്ടായിരുന്നു.